ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് തന്നെയാണ്. ഒരുപാട് നാളുകളായിട്ട് നമ്മളിപ്പോൾ തേർഡ് പാർട്ടി ആൻഡ് യുവർ പേഴ്സൺ ഇവർ തമ്മിലുള്ള ആ ഒരു എനർജീസ് നോക്കിയിട്ടില്ല. അപ്പോൾ എന്നോട് പേഴ്സണലി വാട്സാപ്പിലും അതുപോലെ തന്നെ കമൻസിലും എല്ലാം തേർഡ് പാർട്ടിയുടെ നോക്കാമോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച്, എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ടാവാം ചിലപ്പോൾ, അത്രയും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ആ ഒരു കറൻറ്റ് എനർജി, അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്നിവയാണ്. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിൽ ചില വ്യക്തികൾക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതായത് അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റിയ ആ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വ്യക്തികളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ, അതിനെയാണ് നമ്മളിവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ മെയിൻലി നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബന്ധം തടസ്സപ്പെടുത്തിയ വ്യക്തികൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം തടസ്സപ്പെടുത്തിയ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം ഇല്ലാണ്ടാക്കിയ ഒരു മൂന്നാമത്തെ വ്യക്തി, അവരും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള നിലവിലുള്ള എനർജീസാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. അവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും. ഇനി ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഇനി നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം കണക്കാക്കുക. അതായത് നിങ്ങളുടെ ലൈഫിലെ സുപ്രധാനമായിട്ടുള്ള ഡിസിഷൻസ് ഒന്നും ജനറൽ റീഡിംഗ് കണ്ടിട്ട് തീർച്ചപ്പെടുത്തരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ ഇന്നർ പീസാണ് മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ലാസ്റ്റ് പറയാം. കാരണം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ബാക്കിയുള്ള സ്പ്രെഡും ആ ഒരു കാർഡ്സും നോക്കിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു മീനിങ്സ് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണ് എന്നുള്ളത് പിടികിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ ഉള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത് നിങ്ങൾക്കും അറിയാമായിരിക്കും. കാരണം നിങ്ങൾക്കിതിപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ട് എനിക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്കും വളരെ മുൻപേ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് അറിയാമായിരിക്കും. ഒരുപക്ഷെ കുറച്ച് പേരുടെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അത് അവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുൻപ് അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് അവരത് ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു പേഴ്സണെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവണം. അതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി അധികം ഒരു ന്യൂ കമ്മർ അല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു ഫേക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒറ്റവാക്കി പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു പേഴ്സൺ ജെനുവിൻ ആയിട്ടല്ല, അതായത് റിയൽ ആയിട്ടല്ല, വളരെ ഫേക്ക് അല്ലെങ്കിൽ അട്ടർ ഫേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി അവരോടുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ്, അതായത് നത്തിങ്നെസ്, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുഴുവൻ ഇരുട്ട്, അന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെയുള്ളത്. ഇരുട്ടിൽ പെട്ട് കഴിഞ്ഞ് നമുക്ക് ഏതാ വഴി, എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ട് പോകണം എന്നൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. ആകെ ഇരുട്ടി തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ബ്ലാങ്ക് ആണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴുള്ള അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്ട്രെസ് കാർഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെയധികം പ്രഷർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് എന്നുള്ളത് മാത്രമല്ല, ഒരു ഫേക്ക്നെസ്സും കൂടിയാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മ്യൂച്വൽ എനർജീസ് പോലും ഫേക്കായിട്ടുള്ളതായിരിക്കാം. അതായത് ഒരു തരം നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിന്നു പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയെ സഹിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നു.
ചിലപ്പോൾ ഒരു വ്യക്തിയാവണം എന്നില്ല, വ്യക്തികളായിരിക്കാം. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏതാണോ അതിനകത്ത് നിന്ന് പോവേണ്ടെന്ന് അത്യാവശ്യം നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൊണ്ട് അവരവിടെ ഫേക്കായിട്ട് നിൽക്കുന്നു. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടെ വേണം എന്നുള്ളത് അവരുടെ ആവശ്യമായത്, അതായത് തേർഡ് പാർട്ടിയുടെ ആവശ്യമായത് കൊണ്ട് തന്നെ അവരും ആ ഒരു ഫേക്ക്നെസ്സിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ ഈ പറയുന്ന തേർഡ് പാർട്ടിയോ അവർ തമ്മിലൊരു നല്ല കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമില്ല, ഈ പറയുന്ന തേർഡ് പാർട്ടിക്കും തിരിച്ചും അങ്ങോട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമില്ല. ഒരു തരം നിലനിൽപ്പ് അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ ചിലപ്പോൾ ഒരു വാശിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിങ് നേച്ചറായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിട്ടുള്ള ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ ഏതോ രീതിയിലുള്ള ഒരു കടപ്പാട് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ട് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നന്നായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഭയം ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്റ്റക്കാണ് എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടിയും തമ്മിൽ പല രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവാം. അതായത് സാമ്പത്തികമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ഒരിക്കലും പൊട്ടിച്ചെറിഞ്ഞ് പോരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ രണ്ട് വ്യക്തികളും പരസ്പരം അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡെപ്തായിട്ടുള്ളൊരു സ്നേഹബന്ധം ഇവരുടെ ഇടയിൽ കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ആത്മാർത്ഥത ഇവരുടെ ആ ഒരു റിലേഷനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിച്ച് നിർത്താൻ അധികാരമുള്ള വ്യക്തിയായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു പവർ ഇവർ ഈ കാലഘട്ടം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി ഇത്രത്തോളം ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരെ ഭരിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിച്ച് നിർത്തുന്ന ആ ഒരു രീതിയിലുള്ള എനർജിയായിട്ട് മാറാനുള്ള കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ്. അവരുടെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നുള്ളത് തന്നെ പറയാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ നേരത്തെ മുതൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം അനുവദിച്ച് കൊടുത്തിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമ്മൾ വായും പൊത്തി നിൽക്കുക എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ നിൽക്കാനുള്ളൊരവസരവും ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കുറിച്ചും അറിവുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് തിരിച്ചറിയുന്നത് പോലെ തന്നെ ഈ ഒരു വ്യക്തിക്കും അറിയാം അവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരെ വെച്ച് നോക്കുമ്പോൾ അവരുടെ പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളിങ്ങനെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു അറിവ് തീർച്ചയായിട്ടും അവർക്കുമുണ്ട്. എല്ലാവർക്കും ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് അറിയാൻ സാധിക്കും. അതല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഈ ഒരു മ്യൂച്വലായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു കോംപ്രമൈസ് കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ടാണ് ഈ ഒരു കാര്യം മാറിയിരിക്കുന്നത്. അതായത് ഇവർ അവർക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ അത് വല്ലാത്ത രീതിയിൽ അത് ബാധിച്ചിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് നമ്മളെന്താ പറയുക, കോടതി കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ ചിലപ്പോൾ ഏർപ്പെടേണ്ടി വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നവും കൂടിയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഇങ്ങനെ പോകാനുള്ള കാരണം. അതുകൊണ്ടാണ് ഈ ഒരു കോംപ്രമൈസ് സ്റ്റേജിൽ പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ് ഉണ്ടായിട്ടും അവിടെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ് എന്നുള്ളത് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് ഈ കോംപ്രമൈസ്. നമ്മൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും. പക്ഷേ നമ്മളുടെ ഇവിടെ ഈ ഒരു കാർഡിൻ്റെ ഒരു മീനിങ് വെച്ചിട്ടത് പറയുന്നത്, ഒരു കോംപ്രമൈസിൽ നമ്മൾ പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത രീതിയിലുള്ള മാനസികാവസ്ഥ ഉണ്ടാവാം. ഇതെല്ലാം നമ്മൾ മറച്ച് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ അങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു കോംപ്രമൈസ് ജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരും ഹാപ്പി ആയിരിക്കില്ല. അതേപോലെ തന്നെ
മറ്റൊരു വ്യക്തിയിലുള്ള സംശയം, നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സംശയം നമ്മൾ കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് ഇല്ലാതാവാനും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലല്ല രണ്ടുപേരും എഫക്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഈ ഒരു കാർഡിൻ്റെ മീനിങ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല അവസരങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് പ്രതികരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇവർക്ക് ഉള്ളിൽ ദേഷ്യം ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പല സമയത്തും ഇവർക്കത് പുറത്തേക്ക് ചാടുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ഇവരോട് ഹാർഷായിട്ട് പറയണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പെരുമാറണം എന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരെ അവരത് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിന് വലിയ ആയുസില്ല എന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റ്പോൺമെൻറ്റ് എന്നുള്ള കാർഡ് പറഞ്ഞു തരുന്നത്. കാര്യം നിങ്ങളുടെ പേഴ്സൺ പല സമയത്തും ഇവരോട് പ്രതികരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നും ചെയ്യാൻ വിടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർക്ക് അതിന് മേൽ ഇവരോട് ഷൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ശബ്ദിക്കണം, എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനിങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ ചോദിക്കണം എന്നുണ്ട്. പക്ഷേ ഇവരിത് നീട്ടി വെക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവർ ആലോചിക്കുന്നുണ്ടാവാം, ഞാൻ ഈ സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാവുമോ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഇവർ പറഞ്ഞ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് എന്നെ പാരയാവുമോ എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. ആ ഒരു ഫിയർ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇവർ സൊസൈറ്റീനെ ഭയക്കുന്ന വ്യക്തികളാണ്. അവർക്കിങ്ങനെ പല കാര്യങ്ങളും നോക്കി ചിന്തിച്ച് ചെയ്യുന്നൊരു വ്യക്തികളാണ്. അവരുടെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ഇമേജിന് കോട്ടം തട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഇവരെ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ സന്തോഷത്തോടെ കൂടി ഇരിക്കുന്നു, അല്ലെങ്കിൽ നന്നായിട്ട് ജീവിതം പോകുന്നു എന്ന് കാണിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുൻപിൽ പോലും ആ ഒരു രീതിയിലാണ് ഇവരെ എക്സ്പോസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയാസിലൊക്കെ ഇവർ വളരെയധികം ഹാപ്പിയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിലാണ് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടാവാം. ആ രീതിയിലുള്ള ഫോട്ടോസ് ഇടുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം, നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ടും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടും ഇവർ വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ ഇരിക്കുന്നത്, ഇവർക്ക് ഇതിനുള്ളൊരു ശിക്ഷയൊന്നും കിട്ടിയില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രെസ്സോടുകൂടി ഇഷ്ടമില്ലായ്മയോടുകൂടി തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിയോട് കൂടി നിൽക്കുന്നത്. പക്ഷേ ഇത് പുറമെ ആരും അറിയാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പുറമേ കാണുന്നതല്ല ഒരാളുടെയും ലൈഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളെ ദ്രോഹിച്ചിട്ട് അവർ വളരെ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതുന്നത് തെറ്റായിരിക്കാം. അതായത് ഇവരുടെ ഒരു നിവർത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ, അവരുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്നുള്ളതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് കിട്ടിയ ശിക്ഷയാണെന്ന് നിങ്ങളാണെങ്കിലും കരുതണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ വളരെയധികം സന്തോഷത്തിലാണ്. നിങ്ങളെ ദ്രോഹിച്ചിട്ടും അവർക്ക് സന്തോഷം കിട്ടിയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇവിടെയുള്ള ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ നിക്കക്കള്ളിയില്ലാണ്ട് നിൽക്കുന്നൊരു പേഴ്സണാണ്. ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിത്തെറിക്കും എന്നും പറഞ്ഞ് നിൽക്കുന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മാസ്ക് കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ഒരു സ്വതവേയുള്ള നേച്ചർ എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു റിയൽ ഫേസ് അല്ല ഇവർ മറ്റുള്ളവരോട് കാണിക്കുന്നത്. അതായത് ഇവരെന്താണ്, അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അവരുമായിട്ട് വളരെ ക്ലോസ് കണക്ഷനിലുള്ള വ്യക്തികൾക്ക് പോലും അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് ആളുകളെ കൺട്രോളിലേക്ക് ആക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെ സ്വാധീനിക്കാനായിട്ട് നല്ല രീതിയിൽ കഴിവുള്ള വ്യക്തികളായിരിക്കണം ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സണും ഇവിടെ വീണ് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു മാസ്കിങ് നേച്ചറിനകത്തായിരിക്കണം. അതായത് ഇവർ അത്രത്തോളം വാല്യബിൾ ആണ്, അല്ലെങ്കിൽ അത്രത്തോളം പ്രഷ്യസ് ആണ്, ഇവരുടെ ഒരു സ്നേഹം അമൂല്യമാണ് എന്നൊക്കെ രീതിയിൽ ഇവരെ തോന്നിപ്പിച്ചിട്ടുണ്ടാവണം. കാരണം ആ ഒരു രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവിടെയുള്ള തേർഡ് പാർട്ടി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണും ആ ഒരു വലയത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ തീർച്ചയായിട്ടും കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് തേർഡ് പാർട്ടി ആ പുറമേ നിന്ന് കണ്ട വ്യക്തിയെ അല്ല അടുത്തറിഞ്ഞപ്പോൾ. അവർ ചിലപ്പോൾ ഇവരെക്കുറിച്ച് നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് കാണും. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നമ്മൾ അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ നല്ലൊരു ഗ്രീനറി പ്രതീക്ഷിച്ചായിരിക്കും അങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അതൊന്നും റിയൽ അല്ല, അതെല്ലാം ഫേക്കായിരുന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പൊളിറ്റിക്സ്, അതായത് മാസ്ക് കാർഡിന് താഴെ തന്നെ ആ ഒരു കമ്പാരിസൺ എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഇവിടെ ചെന്ന് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വന്ന് പെട്ടപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അവരെ കമ്പയർ ചെയ്ത് നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ഫാർ ബെറ്ററാണ് നിങ്ങളുടെ സ്നേഹമായിരുന്നു റിയൽ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നത് ഇവരുടെ ഈ ഒരു പെരുമാറ്റത്തിലാണ്, അല്ലെങ്കിൽ ഇവരുടെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചു കഴിഞ്ഞാലും അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. കാരണം നമുക്ക് ഏത് സാധനമാണെങ്കിലും വാരിക്കോരി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളിവിടെ ഈ ഒരു പേഴ്സണെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരും കൊടുക്കാത്തൊരു സ്നേഹം ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും തിരിച്ചറിയാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിരുന്നില്ല. ഒരു പക്ഷേ അവർ ധാരാളമായിട്ട് കിട്ടിയപ്പോൾ അതിനത്ര വാല്യൂ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ പോയപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കൂടെ അവരുടെ ലൈഫ് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവർ ആ ഒരു നിങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു എന്ന് ചിന്തിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കംപ്ലീഷൻ എന്നുള്ള കാർഡ് പറയുന്നത് നിങ്ങളാണ് ഇവരുടെ ഒരു പൂർണ്ണത, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഇവരെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ഇവരോടൊപ്പം നിൽക്കാൻ, ആ ഒരു ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു ഫുൾഫിൽമെൻറ്റ് തരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്ന ഇന്നർ പീസിനെ കുറിച്ച് അവസാനം സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതായത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ എന്തെല്ലാം ഉണ്ട്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, പണമോ പ്രശസ്തിയോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരിപ്പോൾ സമാധാനമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഇന്നർ പീസ് എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സന്തോഷം അത് മറ്റൊരാളുടെ കയ്യിലല്ല. അതായത് ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയ ഈ ഒരു മനസ്സമാധാനം അവർക്ക് തിരിച്ചു പിടിക്കാം. അതിനുള്ളൊരു കേപ്പബിലിറ്റി അവർക്കുണ്ട്. പക്ഷേ അത് അവർ ഉപയോഗിക്കുന്നില്ല. അകാരണമായിട്ടുള്ള ഭയം കൊണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റീനെ പേടിച്ചിട്ടോ, ഏതോ ഒരു തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ളൊരു ഭയം ഇവർക്കുള്ളത് കൊണ്ട് ഇവരത് ഉപയോഗിക്കാതെ ഈ ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ അകലാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങിപ്പോരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ വിട്ട് അവരുടേതായ ജീവിതത്തിലേക്ക് പോയിക്കോളും. അതുപോലെ തന്നെ ഏതൊരു കാര്യമാണോ നിങ്ങളുടെ ലൈഫ് ബ്രേക്ക് ഡൗൺ ആക്കിയത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് ഏത് കാര്യമാണോ അത് തന്നെ നാളെ നിങ്ങളുടെ ലൈഫിന് ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് മാറിയേക്കാം. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റിസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സ്പ്രെഡിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകാനായിട്ട് അധികം കാലതാമസമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒന്നും ഒരു റീസൺ ഇല്ലാതെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ ഈ പിരിഞ്ഞിരിക്കേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടുള്ളതും ഡിവൈനിൻ്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിക്കാനുള്ള ആ ഒരു ഡിവൈൻ ടൈമും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ നാളെ ഇല്ലാണ്ടായി തീരും എന്നുള്ളത് 100% ഷുവറാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തന്നെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ആ ഒരു എനർജീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റീഡിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.